ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുകളാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്, മാക്സിമം ഒന്ന് അവിടേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മിഗാൽ സർ, നമ്മുടെ കോച്ച് ഇന്നത്തെ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയാം ഇന്നത്തെ മാച്ചൊക്കെ കഴിയാറായി. ഏതാണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏതാണ്ട് 6 ഗോളിൻ്റെ ലീഡിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. സോ അദ്ദേഹം ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അതായത് ഞങ്ങൾ ഈ ഒരു മാച്ച് തുടങ്ങുന്ന ഫസ്റ്റ് സെക്കൻഡ് മുതൽ കളിക്കാൻ തുടങ്ങും, അതായത് മികച്ച രീതിയിൽ കളിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതിൻ്റെ ഇന്നത്തെ മാച്ച് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ വിജയിച്ചാൽ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു രീതിയിൽ പറഞ്ഞത്. സോ എന്തായാലും നമ്മൾ ഈ ഒരു മാച്ച് വിജയിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ 6-0 ലീഡ് എടുത്തിരിക്കുകയാണ്. എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 3 മിനിറ്റ് ആയപ്പോഴത്തേക്കും ആദ്യത്തെ ഗോൾ അടിച്ചു, 10 മിനിറ്റിനുള്ളിൽ 2 ഗോൾ വന്നിരുന്നു. സോ എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അലക്സാണ്ടർ കൊയ്ഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് നമ്മൾ കുറേ നാൾ കൊണ്ട് പറയുന്നുണ്ട് അലക്സാണ്ടർ കൊയ്ഫ് ഇന്ന് വരുന്ന നാളെ വരുമെന്നൊക്കെ. എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വരുന്ന 13-ാം തീയതി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു. സോ ആ ഒരു ദിവസം അദ്ദേഹം കൊൽക്കട്ടയിൽ എത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ അദ്ദേഹം 13-ാം തീയതി അറൈവൽ ചെയ്യും. പിന്നെ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് സ്റ്റേജ് തന്നെ കഴിയാൻ ഏതാണ്ട് 18 ഈ ഒരു മാസം 18 കഴിയും, എന്നിട്ട് നോക്കൗട്ടിലേക്ക് പോകത്തുള്ളൂ. സോ ആ ഒരു സമയത്തേക്ക് അദ്ദേഹം അവൈലബിൾ ആവും, ടീമുമായിട്ട് അത്യാവശ്യം പ്രാക്ടീസിനൊക്കെ ഇറങ്ങും. പിന്നെ അഡ്രിയലോണിയുടെ കാര്യം തന്നെ നമുക്കറിയാം, അദ്ദേഹം വന്നു 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തെ പ്രാക്ടീസ് മാച്ചിന് ഈ കളിസ്റ്റാറെ ഇറക്കിയിരുന്നു. സോ അലക്സാണ്ടർ കൊയ്ഫിനെ ഉറപ്പായിട്ടും അദ്ദേഹം മാച്ചിന് ഇറക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. എന്തായാലും വീഡിയോ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയുടെ തമ്പ്നെയിൽ എന്ന് പറയുന്നത് അതായിരുന്നു, ഞാൻ എന്നിട്ടത് പറഞ്ഞില്ല. എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ മാച്ച് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില താരങ്ങൾക്ക് പരിക്കാണെന്നാണ് അറിയാൻ സാധിച്ചത്. സോ അവർ റീഹാബിലാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇത് FTWC ആണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സോ എന്തായാലും അവരുടെ പരിക്ക് മാറി അവർ ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നാണ് തോന്നുന്നത്. പ്രധാനപ്പെട്ട താരങ്ങൾ, അതായത് മാച്ചുകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾക്ക് ആർക്കും തന്നെ പരിക്കാണെന്നില്ല, മറ്റേതെങ്കിലും താരങ്ങൾക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും FTWC കാര്യം പറഞ്ഞ് അത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ.